ക്ഷേത്രസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബിജുവും സെക്രട്ടറി വിഷ്ണുവുമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഈ ക്ഷേത്രം ഈ നിലയിലാക്കാൻ ഇവർ ചെയ്ത പ്രയത്നത്തെക്കുറിച്ചൊക്കെ അവർ നമ്മളോടിപ്പോൾ സംസാരിക്കും. വിഷ്ണു, എനിക്ക് പേര് കേട്ടപ്പോൾ തന്നെ വളരെ ഒരു താല്പര്യം തോന്നി, കരിച്ചൽ. അപ്പോൾ എന്തെങ്കിലും അതിന് പ്രത്യേകത ഉണ്ടോ ആ പേരിന്? കരിച്ചൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് മുതലേ കേട്ടു തുടങ്ങിയ ഒരു പേരാണ് കരിച്ചൽ. പണ്ട് വലിയ കരിച്ചൽ എന്നൊക്കെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കരിച്ചൽ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ ഓരോരോ ഈ പണ്ട് പഞ്ചായത്തിന് മുമ്പ് ഇങ്ങനെ വന്ന് ഒരു സ്ഥലം കണ്ടിട്ടാണല്ലോ അവരുടെ ഈ ആ സ്ഥലത്തിന്റെ പേരിടുന്നത്. അങ്ങനെ കണ്ടെഴുത്തുകാരെന്നാണ് പറയുന്നത്. അതായത് കാണുമ്പോൾ എന്താണോ കാണുന്നത് അതിനാ പേരിടും. വലിയ വിളാകം, ഏണിക്കര, കുളം, ഇന്ദ്രന്റെ കുളം, അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ട് അവിടുത്തെ എന്താണ് പ്രത്യേകത അതിനനുസരിച്ചിട്ടാണ് പേരുകൾ ഓരോ സ്ഥലത്ത് പണ്ടൊക്കെ ഇടുന്നത്. അപ്പോൾ കരി എന്ന് പറയുന്നത് ആനയുടെ ഒരു പര്യായപദമാണ്. ആന നടന്നു പോയൊരു സ്ഥലം കരിച്ചൽ. അങ്ങനെയാണ് ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മറ്റെന്തെങ്കിലും അറിയില്ല. അപ്പൂപ്പൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇന്ന് ഈ ക്ഷേത്രം ഈ ഒരു നിലയിലായപ്പോൾ അവിടുത്തെ ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ അപ്പൂപ്പന്റെ കാലം മുതലേ കഥകൾ കേട്ട ആളാണ് വിഷ്ണു. ഇന്ന് വിഷ്ണുവിൽ എത്തി നിൽക്കുമ്പോൾ ക്ഷേത്രത്തിന് ഈ രൂപം വന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? തികച്ചും ഒരു യുവാക്കളുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കാര്യം യുവാക്കളെ മാത്രമെന്ന് പറയാൻ പറ്റില്ല. 5 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രാത്രി എന്നില്ല പകലെന്നില്ല, പലരും ജോലി ചെയ്യുന്നത് കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടി മഴ പെയ്താലും ശരി വെയിൽ വന്നാലും ശരി അതൊന്നൊരു വിഷയമല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതാണ് കംപ്ലീറ്റ് ചെയ്യുക. അതിപ്പം ഓരോരുത്തരുടെയും സ്വഭാവത്തിലും ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പലരും അടക്കമുള്ളവർ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ചീത്ത പറയുക, അടിയുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റമില്ല. നമ്മൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിരിവിനാണെങ്കിൽ തന്നെ ഒരാളിനെ അടുത്ത് പോയി അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ, അവരുടെ കുറേ വിഷമങ്ങൾ നമ്മൾ കേൾക്കണം. കേൾവിക്കാരാവണം, നല്ല കേൾവിക്കാരായി, നല്ല കാഴ്ചക്കാരായി. അങ്ങനെയാണ് നമുക്കൊരു സ്വഭാവത്തിൽ ഒരു മാറ്റം. ഈ ഒരു 7 വർഷം കൊണ്ട് അടിമുടി എല്ലാവരുടെയും സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അതിന്റെ കൂടെ നാടിനും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു ഈ യുവാക്കളുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ്, അല്ലെങ്കിൽ നടക്കില്ല. ബിജു, അങ്ങ് പറയൂ, ശരിക്കും യുവാക്കളോടൊപ്പം അങ്ങിൽ നിന്നും യുവത്വം പോയിട്ടില്ല. അങ്ങും ഒരു യുവാവിന്റെ പ്രായം കഴിഞ്ഞുവെങ്കിൽ പോലും അങ്ങും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആള് തന്നെയാണ്. അപ്പോൾ ഇവരുടെ കൂടെ ചേർന്ന് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ കാര്യങ്ങൾ ഒപ്പം പഴയ തലമുറയിലെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനൊരു നാടിനു വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തതിലെ ആ ഒരു വിജയം. തീർച്ചയായിട്ടും ഇത് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒരു ചെമ്പകമുണ്ടായിരുന്നു. ചെമ്പകത്തിൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പണ്ട് കാലങ്ങളിൽ പ്രാർത്ഥിച്ച് വിഗ്രഹങ്ങളായി. വിഗ്രഹത്തിന് ശേഷം ഇപ്പം ആ വിഗ്രഹത്തിന് ശേഷം ക്ഷേത്രം പഴയ രീതിയിലായതുകൊണ്ട് അതിനെ നമ്മൾ പുതുക്കി പണി ചെയ്ത് ഒരു നല്ലൊരു ക്ഷേത്രം നമുക്ക് ദേവിക്ക് സമർപ്പിക്കാൻ സാധിച്ചു. ഇത് നമ്മളുടെ വിജയവും ജീവിതത്തിൽ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും വ്യക്തിപരമായിട്ട് സമ്പാദിച്ചിട്ടില്ല, പേരുണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സംഭവിക്കാനുള്ളതാണ്. ഇതുവരെ ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചു, എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കാണുന്നത്. എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ട് മാറുന്നത് ക്ഷേത്രത്തിനകത്ത് ദേവി ഇരുത്തിക്കഴിഞ്ഞാൽ എല്ലാം മാറിക്കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എല്ലാം. അതുകൊണ്ട് ഇനി നമ്മൾ ദേവിയെ അകത്ത് ഇരുത്തിക്കഴിഞ്ഞു, ഇനി എല്ലാം എന്നാണ് നമ്മളെ വിശ്വാസം. ശരിക്കും ഒരു തലമുറയെ ലക്ഷ്യമിട്ട് ഒരു തലമുറയ്ക്ക് നല്ല കാര്യങ്ങൾ വരണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ ഞങ്ങൾ ഒരുപാട് പ്രയത്നിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്നവർ പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയോ അതുപോലെയുള്ള ഒരു സംഭവമല്ല, ഒരു ക്ഷേത്രമാണ്. ബിജു പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ ഇനി ഇവിടെ അമ്മയുണ്ടെങ്കിൽ എല്ലാം നേരെയാകുമെന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടാകാൻ അതിനൊക്കെ സഹായിച്ച ഒരു സംഭവത്തിൻ്റെ, ഒരു ഭാഗമാക്കാൻ സാധിച്ചതിലുള്ള ആത്മനിർവൃതിയിലാണ് ഇവരും. എന്തായാലും ആ ഒരു പോസിറ്റീവ്നെസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഊർജം നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ. തുടർന്നുള്ള ദിവസങ്ങളിലും ആ ഊർജം ഇവിടെയുള്ള ആളുകളുടെ ജീവിതത്തിലും ഇവിടുത്തെ ദേവി ചൊരിയട്ടെ. ഇവിടെ ശരിക്കും ചൊവ്വ, വെള്ളി, ഞായർ ഈ ദിവസങ്ങളിലാണ് പൂജ ഉള്ളത്. ഇപ്പോൾ ഉത്സവമായതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പൂജ ഉള്ളത്, അല്ലാതെ പൗർണമി ദിവസങ്ങളിലുമാണ്. എന്തായാലും സന്ദർശിക്കാൻ പറ്റിയ ഒരു ക്ഷേത്രവും ക്ഷേത്ര അന്തരീക്ഷവും തന്നെയാണിത്. പറ്റുമെങ്കിൽ ഈ പരിസരത്തുള്ളവരെല്ലാവരും ഈ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശകരാകുക.